ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലാഗ്ഡ് കണ്ടന്റിനെ കുറിച്ച് ഫ്ലാഗ്ഡ് പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് അത് പ്രയോജനപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ശരിക്കും പറഞ്ഞാൽ ലെങ്ത് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഫ്ലാഗ്ഡ് കണ്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എങ്ങനെ അറിയാൻ പറ്റും ഏതൊക്കെ വീഡിയോ ആണ് നമ്മുടെ പേജിൽ ഫ്ലാഗ്ഡ് കണ്ടന്റ് ആയിട്ട് വന്നേക്കുന്നത് എന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ എല്ലാം കൂടെ ലോങ് ആയി പോയി കഴിയുമ്പോൾ ചിലപ്പോൾ പലർക്കും ഈ പലതും സ്കിപ്പ് ചെയ്തൊക്കെ പലരും കാണുമല്ലോ, അപ്പം മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നത്. അതുകൊണ്ട് എൻ്റെ പേജിൽ വന്നിരിക്കുന്നത് ഫ്ലാഗ്ഡ് കണ്ടന്റിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ പ്രൊഫൈലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ മാനേജ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഇതിനകത്ത് ഇനി മാനേജ് അല്ല, ഡാഷ്ബോർഡ് ആണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് മൊബൈലിനകത്തും ചെയ്യാം, നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴിയാണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ വേണേൽ പിന്നെ പറഞ്ഞുതരാം എന്നാന്ന്. അത് കഴിയുമ്പോൾ ടൂൾസ് എന്നുള്ളതിനുണ്ട്, മോണിറ്റൈസേഷൻ ഉണ്ട്, പേ ഔട്ട് ഉണ്ട്, പേജ് റെക്കമെൻഡേഷൻ, അച്ചീവ്മെൻറ്റ്സ്, ആഡ് സെൻറ്റർ എല്ലാം കാണുന്നുണ്ടല്ലോ. അവിടെ പേജ് റെക്കമെൻഡേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. റെക്കമെൻഡബിൾ ആണ്, ബട്ട് ഫ്ലാഗ്ഡ് കണ്ടൻറ്റ് ഏതോ ഒരെണ്ണം കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഹെൽത്തി കോൺവെർസേഷൻ ആൻഡ് ഷെയറിങ് യൂണീക്ക് കണ്ടൻറ്റ് മീൻസ് വി ആർ ഷോയിങ് യുവർ പേജ് ടു ന്യൂ പീപ്പിൾ. ഇത് മാനേജ് കണ്ടൻറ്റ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മാനേജ് കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഇവിടെ കാണിക്കുന്നുണ്ട് കീപ് യുവർ പേജ് ബീങ് സജസ്റ്റഡ് ടു ഡിലീറ്റ് ദ പോസ്റ്റ് അല്ലെങ്കിൽ ലേൺ അബൌട്ട് റെക്കമെൻഡബിൾ കണ്ടൻറ്റ് എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. റിനി സൂരജ് ക്രിയേറ്റഡ് a post as the page that was flagged as unsafe. It is flagged automatically എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവർ പറയുന്നത് ഇതിനകത്ത് സംഭവമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു മോളിൽ പോയ ആ മോളിൻ്റെ പിക്ചറായിട്ടിരിക്കുന്നത്. പക്ഷെ അതെന്താണ് ഒരെണ്ണം എങ്ങനെ ഡിറ്റക്ട് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ദിസ് പോസ്റ്റ് മേക്ക് ഷോസ് കണ്ടൻറ്റ്സ് ദാറ്റ് മേക്സ് ഇൻ ഹാർഡർ ടു ക്രിയേറ്റ് എ സേഫ് കമ്മ്യൂണിറ്റി കോമൺ റീസൺ ഫോർ ദിസ്. ഇത് ഡിസ്കഷൻ സെൽഫ് ഹാം സൂയിസൈഡ് ഓർ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, സെക്ഷൽ സജസ്റ്റീവ് ഓർ സെക്ഷൽ എക്സ്പ്ലിസിറ്റ് കണ്ടൻറ്റ്. ഇങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു മോളിൻ്റെ എസ്കലേറ്ററിൽ ഞാനിങ്ങനെ പോയപ്പം അവിടെ ഇങ്ങനെ അത് പിടിച്ചതാണ് ഇത് കേട്ടോ. ദിസ് പോസ്റ്റ് മേ ഗോ എഗൻസ്റ്റ് അവർ ഗൈഡ് ലൈൻസ് ഓൺ സജസ്റ്റഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇമ്പാക്റ്റ് എന്നുള്ളതിനകത്ത് കുറേ റീസൺസ് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് യുവർ പേജ് ടേക്ക് ഡൗൺ, എഫക്റ്റ് അതേഴ്സ്, ഗ്രൂപ്പ്സ്, പേജസ് ഓർ പ്രൊഫൈൽ യു മാനേജ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജുകൾക്കും എല്ലാം പ്രോബ്ലമാണ്. നമ്മൾ പേജുകൾ നമ്മൾ മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പ്സിന് എല്ലാത്തിനും പ്രോബ്ലമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ചിട്ട് അപ്പോഴേ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം. വേറെ നമ്മൾ റിവ്യൂവിനോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ AI ആണ് ഇത് ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. റിമൂവിങ് അഡ്മിൻസ് ഹു പോസ്റ്റഡ് ഫ്ലാഗ്ഡ് കണ്ടൻറ്റ് ക്യാൻ ബി ഹെൽപ്പ് ടു സ്റ്റേ റെക്കമെൻഡബിൾ. അതായത് ഇതിനകത്ത് എൻ്റെ പേജിൽ ഞാൻ മാത്രമേ ഉള്ളൂ അഡ്മിൻ. അപ്പോൾ ഈ ആളാണ് ഈ പേജിൽ. ഇപ്പോൾ ചിലപ്പം ഇവരിങ്ങനെ പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പം പല പേജുകൾക്ക് 3-4 അഡ്മിൻസ്, ഒന്നിൽ കൂടുതൽ അഡ്മിൻസ് കാണും. അതിനകത്ത് ഏത് അഡ്മിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങളുടെ പേജിലേക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അവർ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് തൊട്ട് ബാക്കിൽ നിങ്ങൾ ആ പോർഷൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാണിച്ചു തരാം. കണ്ടോ, റിനി സൂരജ് ക്രിയേറ്റഡ് എ പോസ്റ്റ്. അതായത് റിനി സൂരജ് എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടാണ്, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. ഞാനാണ് ഈ പേജുകളുടെ എല്ലാം അഡ്മിൻ. വേറെ ആരും ഈ പേജുകൾക്കൊന്നും അഡ്മിൻ ഇല്ല. അതുകൊണ്ട് അവർ പറയുവാണ് ഇന്ന ആളാണ് നിങ്ങളുടെ പേജ് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പോസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇനി അതിന് ഫൈറ്റ് ചെയ്യാനോ വാദിക്കാനോ ഒന്നും നിൽക്കാതിരിക്കുന്നത് നല്ല. എഫക്റ്റ് അതർ ഗ്രൂപ്പ്സ്, പേജസ് എല്ലാത്തിനും വരും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോയിൽ നമ്മളുടെ 3 മാസത്തിനകം 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് പേജായാലും ഒരേ മെയിൽ ID ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഏത് പേജിന് 3 സ്ട്രൈക്ക് വന്നാലും നമ്മുടെ പേജുകളെല്ലാം പോവും. ഒരെണ്ണം മാത്രമല്ല, എല്ലാം അവർ ഡിലീറ്റ് ചെയ്യും, ടേക്ക് ഡൗൺ ചെയ്ത് കളയും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഒന്നും നോക്കണ്ട, ഡിലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. ടേക്ക് ആക്ഷൻ എന്നുള്ളത് ഡിലീറ്റ് മാനേജ് അഡ്മിൻസ്. മാനേജ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഈ അഡ്മിനെ ഒന്നിയിൽ മാറ്റുക എന്നുള്ളത് അവർ പറഞ്ഞത്. പക്ഷേ മാനേജ് അഡ്മിൻ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു നമുക്കൊരു ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡിലീറ്റ് പോസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇത് ബാക്ക് അടിച്ച് നിങ്ങളെ കാണിച്ചിട്ട് അപ്പോൾ ഫ്ലാഗ്ഡ് കണ്ടൻറ്റ് മാറിയോ ഇല്ലയോ നോക്കാം.
പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ടേക്ക് ആക്ഷൻ പോസ്റ്റ് ഡിലീറ്റ്. ഓക്കെ ഉണ്ടോ. ഇനി വീണ്ടും നമ്മളിത് ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും ഇവിടെ കാണത്തില്ല. പേജ് റെക്കമെൻഡിൽ പോയാൽ കണ്ടോ ഈ പോർഷനിലായിരുന്നല്ലോ നമ്മുടെ ആ ഫ്ലാഗ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അതിപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്ലാഗ്ഡ് കണ്ടൻറ് നിങ്ങളുടെ പേജിന് എന്തെങ്കിലും ഇഷ്യൂസ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണിക്കാതെ പോലും നിങ്ങൾ എല്ലാ ദിവസവും തന്നെ ഇടയ്ക്കിടയ്ക്കെന്ന് പറയുന്നതിനേക്കാൾ ഉപരി എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ പേജിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ആ പോർഷൻ എടുത്ത് നോക്കണം. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ പേജിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വരും. ഏതൊക്കെ വീഡിയോയ്ക്കാണ് പ്രോബ്ലം ഉള്ളത് എന്നുള്ളത് അവർ വരും. പ്രത്യേകിച്ച് ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് വരും. അത് നിങ്ങൾക്ക് അതിന് വേണ്ട സൊല്യൂഷൻ എന്നാന്ന് വെച്ചാൽ നമുക്കത് എടുക്കാൻ പറ്റും, ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വീഡിയോ ഇടുന്നവർക്ക് ഇത് പ്രയോജനപ്പെട്ടേക്കാം. But see you with the next video, and it's me Rini Sirat signing off. Bye bye.